ഗുഡ് ഈവനിങ് ഡേയ്സ്, ഇത് സിയദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. മാർക്കറ്റ് ഇടിയാണ് അല്ലെങ്കിൽ സ്റ്റോക്കൊക്കെ താഴെ പോകുകയാണ് എന്നുള്ള പരാതികൾ പൊതുവെ ആളുകൾ പറയുമ്പോൾ ഞാനൊരു മറുചോദ്യം ചോദിക്കുകയാണ്. ഇന്ത്യൻ മാർക്കറ്റ് 26,000 റേഞ്ച്, അത് പൊട്ടാതെ താഴെ പോകാതെ താഴെ പോയിട്ടും തിരിച്ചു കയറുന്ന ഒരവസ്ഥയിലാണ് കഴിഞ്ഞ കുറേ നാടുകളായിട്ടും ഉള്ളത്. നമ്മൾ അത് മറന്ന് കളയരുത്. ഇന്നും അതേപോലത്തെ ഒരു മാർക്കറ്റാണ്. 26,000 താഴെ പോയ മാർക്കറ്റ് 26,000 മുകളിൽ നമുക്ക് ക്ലോസ് കിട്ടിയിട്ടുണ്ട്. വലിയ തോതിൽ വോളറ്റിൽ ആയിട്ടുള്ള ഈ ഒരാഴ്ചയിലെ ആദ്യത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ഗ്യാപ്പ് ഡൗൺ നമ്മൾ ഓൾറെഡി തന്നെ നിഫ്റ്റിയുടെ പെർഫോമൻസ് കണ്ടിരുന്നു. അതിനുശേഷം 25,900 പോയ മാർക്കറ്റ് ആ ഒരു ഇൻട്രാഡേ ലോയിൽ നിന്നും തിരിച്ചു കയറി 26,014 മാർക്കറ്റ് ക്ലോസ് നടത്തിയത്. ഇൻഡിഗോ, HUL, ശ്രീരാം ഫിനാൻസ്, ട്രെൻഡ്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റാണ് ഇന്ന് നിഫ്റ്റീൻ്റെ കുതിപ്പിന് ചുക്കാൻ പിടിച്ചത്. ഫോളായ സ്റ്റോക്കുകൾ M&M, ഐഷർ മോട്ടോഴ്സ്, ONGC, ബജാജ് ഓട്ടോ, JSW സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇന്ത്യൻ റുപ്പീസ് ഇന്ന് 90.79 US ഡോളറിനെതിരെ റെക്കോർഡ് ലോ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇൻഡിഗോ തിരിച്ച് വരവ് നടത്തി. അവരുടെ സീറോ ക്യാൻസലേഷൻ ആണ് ഇന്ന് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ തന്നെ അതിനെ സംബന്ധിച്ചുള്ള ന്യൂസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഫോളായ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അർബൻ കമ്പനി അവിടെ ലോക്കിൻ പീരീഡ് തീർന്നു ഇന്ന്, അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു സെൽ ഓഫ് കണ്ടു. കൂടാതെ PSU ബാങ്കിൽ, PNB, കാനറ പോലെയുള്ള ബാങ്കിൽ ഇന്നൊരു പോസിറ്റീവ് മൂവ്മെൻറ്റം കണ്ടു. ഗവൺമെൻറ് FDI ലിമിറ്റ് ഇൻക്രീസ് ആക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തേക്കാം എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് നമ്മുടെ WPI ഇൻഫ്ലേഷൻ ആയിരുന്നു. ഭക്ഷ്യവില അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇൻഫ്ലേഷൻ. അത് നെഗറ്റീവാണ്. -0.32 എന്നുള്ള നിലയിലാണ് വന്നിട്ടുള്ളത്. അതായത് 32%, 0.32%ൻ്റെ ഒരു ഫോൾ ഉണ്ടാക്കിയിട്ടുള്ളത് മാർക്കറ്റിൽ അതൊരു ഗുണകരമായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മാർക്കറ്റ് നെഗറ്റീവ് ആയപ്പോൾ ഏഷ്യൻ സൈഡിൽ നിന്നുള്ള മാർക്കറ്റുകളെല്ലാം തന്നെ നെഗറ്റീവായിരുന്നു. ഇന്നലെ ക്ലോസായ യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവായിരുന്നു. കാണാം, ഏറ്റവും ടോപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഡോ ഫ്യൂച്ചർ 200 പോയിൻറ്റിൻ്റെ പ്ലസ്സിലാണ് ഉണ്ടായിരുന്നത്. ബിറ്റ്കോയിൻ 89,000. എന്നാൽ അതിന് താഴെയുള്ള ഓസ്ട്രേലിയ 62 പോയിൻറ്റ്, ചൈന ഇടിവ്, കൊറിയ ഇടിവ്, നിക്കി ജപ്പാൻ മാർക്കറ്റ് ഇടിവ്. അപ്പം നമുക്ക് രാവിലെ കിട്ടിയത് നിഫ്റ്റിയിൽ ഒരു 100ഓളം പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഒക്കെ ആയിരുന്നു. അതിനുശേഷമാണ് മാർക്കറ്റ് തിരികെ കയറിയത്. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ്, ഏറ്റവും താഴെ കാണുന്ന ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ പോസിറ്റീവാണ്. ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമതുള്ള ഡോ ഫ്യൂച്ചറും പോസിറ്റീവാണ്. അപ്പോൾ യൂറോപ്യൻ US മാർക്കറ്റുകളിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഏഷ്യൻ സൈഡിൽ നിന്ന് കനത്തൊരു ഇടിവ് നമുക്ക് കിട്ടി. അത് നിഫ്റ്റിയിൽ റിയാക്ട് ചെയ്തു. നിഫ്റ്റി ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തു. 26,000 താഴെ പോയി. 25,900 സപ്പോർട്ട് എടുത്തു. അവിടെ നിന്ന് കനത്ത ഒരു തിരിച്ചുവരവ് ആണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വളരെ കംഫർട്ടബിളായ രീതിയിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ പക്ഷം. കാരണം 19 പോയിൻറ്റ് മാത്രമാണ് മൈനസിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് US മാർക്കറ്റിൻ്റെ, യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ആ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ FIS ഈ ഒരു മാസം മാത്രം 19,000 കോടി രൂപയ്ക്ക് മുകളിൽ സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് തിരികെ വരാനായിട്ട് അവരുടെ ഭാഗത്തുള്ള ബൈയിങ് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നോക്കുമ്പോൾ PCR 1.2 ആണ്. 26,027 സ്പോട്ട് ഡോട്ടഡ് ലൈൻ കാണാം. 26,100, 200 റേഞ്ചുകളിൽ മേജർ സപ്പോർട്ട് സോണായിട്ടും 25,900 മേജർ 25,900 സപ്പോർട്ടായിട്ടും 25,100, 200 റെസിസ്റ്റൻസ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നത് കാണാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളിലെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അവിടെ നമ്മൾ ഫിനാൻഷ്യൽ കോണ്ടൻറ്റുകൾ നമ്മൾ ഇടുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ ഉണ്ട്, ചെക്ക് ചെയ്യുക. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുമ്പോൾ വൈസൽ റെക്കമെൻഡേഷൻ അല്ല, PVR സ്റ്റോക്ക് ഇന്നൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. PVRൻ്റെ സ്റ്റോക്ക് പ്രൈസ് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഷെയർ പ്രൈസ് 3.3%ൻ്റെ ഒരു റാലി. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ദുരന്തർ പോലുള്ള ഫിലിംസ് വലിയ തോതിൽ ഹിറ്റാവുന്നുണ്ട്. അവതാറിൻ്റെ എല്ലാം തന്നെ ബുക്കിംഗ് വലിയ തോതിൽ ഉയരുന്നുണ്ട്. അപ്പോൾ തിയേറ്റർ ബിസിനസ് ഇപ്പോൾ വെക്കേഷനൊക്കെ അടക്കുകയാണ്. തിയേറ്റർ ബിസിനസ് അതുമാത്രമല്ല, നമ്മളുടെ ഈ ട്രാവൽ രംഗത്തുള്ള ബിസിനസ്സൊക്കെ പച്ച പിടിക്കുന്ന ഒരു കാഴ്ചയാണ്. PVR അത് റിഫ്ലക്റ്റ് ചെയ്തു. ഫെഡറൽ ബാങ്ക്, നമ്മളുടെ സ്വന്തം ഫെഡറൽ ബാങ്ക് UBS ഫെഡറൽ ബാങ്കിനെ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ്. MTARTECH കമ്പനി $10 മില്യൺ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്.
ഇനോക്സ് വിൻഡ് കമ്പനിക്ക് 102 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഓർഡർ ആദിത്യ ബിർളയുടെ നിന്ന് കിട്ടി. IPOയിലേക്ക് വരുമ്പോൾ KSH ഇൻ്റർനാഷണൽ IPO നാളെ ഓപ്പൺ ആവുന്നുണ്ട്. ഇൻഡോ ബൊറക്സ് കമ്പനി അവർക്ക് പ്രൊമോട്ടേഴ്സ് ഒരു പുതിയ 256 CRൻ്റെ ഒരു ഓർഡർ ഇവർ സൈൻ ചെയ്തിട്ടുണ്ട്. കിംസ് എന്ന് പറയുന്ന കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കമ്പനിയാണ് 350 ബെഡ് കപ്പാസിറ്റിയുള്ള പുതിയ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ തുടങ്ങിയിട്ടുണ്ട്. BL ക്യാഷപ്പ് കമ്പനി അവർക്ക് $6 ബില്യൺ റുപ്പീസിൻ്റെ ഓർഡർ കിട്ടി. സ്റ്റോക്കിൽ നിന്ന് 5% റാലി കണ്ടു. ഡെക്കാൻ സിമെൻറ്റ് കമ്പനി അവരുടെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ പുതിയ പ്ലാനിൽ നിന്ന് കമ്പനി ആരംഭിക്കുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. HCL ടെക് കമ്പനി ഇവർ ഓറിയോ ബേ എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. TCS കമ്പനി യൂറോപ്പിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. റൊമാനിയയിൽ അവർ പുതിയ ഓഫീസ് ഓപ്പൺ ചെയ്തു. വാസ്കോൺ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് 260 കോടി രൂപയുടെ ഓർഡർ ഇവർക്ക് നേവി മുംബൈയിൽ നിന്നൊരു ഹോസ്പിറ്റൽ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. സ്റ്റോക്കിൽ നിന്ന് 3% റാലി രേഖപ്പെടുത്തി. ടെക്സ്മാക്കോ റെയിൽ കമ്പനി 132 കോടി രൂപയുടെ ഓർഡർ അവർക്ക് ലഭിച്ചു. വീൽസ് ഇന്ത്യ കമ്പനി ഇവർ ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു ടോപ്പി ഇൻഡസ്ട്രീസ് ആയിട്ടൊരു അലൂമിനിയം അലോയ് വീൽസിൻ്റെ ഒരു പ്രൊഡക്ഷൻ സംബന്ധിച്ചുള്ള കരാർ ഏർപ്പെട്ടു. സ്റ്റോക്കിൽ നിന്ന് 6% റാലി രേഖപ്പെടുത്തി. ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് കമ്പനിയുടെ ഓർഡർ ഗൈഡൻസ് കമ്പനി ഉയർത്തിയിട്ടുണ്ട്. 8,000 കോടി രൂപയുടെ ഓർഡറാണ് കമ്പനി ലക്ഷ്യം വെക്കുന്നത്. സ്റ്റോക്കിൽ നിന്ന് ഏകദേശം ഒരു 8% റാലി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ പൊതുവേ നോക്കുകയാണെങ്കിൽ ബിറ്റ് കോയിൻ ഉയർന്നു മീൻസ് ഫോളിൽ നിന്ന് തിരികെ കയറി. ഗോൾഡ് ഇന്ന് $36 ഉയർന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് നോക്കിയ സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക XAU/USD ആണ് ഗോൾഡ്. $4,339 പെർ ഔൺസിലേക്ക് എത്തി നിൽക്കുകയാണ്. റെക്കോർഡ് വർധനമാണ് ഇപ്പോൾ കേരളത്തിലും വന്നിട്ടുള്ളത്. ഗോൾഡും അതിശക്തമായി നമുക്ക് അൺടച്ചബിൾ ആയിട്ടുള്ളൊരു അസറ്റ് ക്ലാസ് ആയിട്ട് വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് രാവിലെ പ്രീ മാർക്കറ്റ് സെക്ഷനിൽ കാണാം. താങ്ക് യു ഓൾ.